ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ബജറ്റ് ചർച്ച കഴിഞ്ഞതോടെ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാണ് വി.ഡി. സതീശൻ. എന്നാൽ പറ്റില്ല, അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് വി.എം. സുധീരൻ പറഞ്ഞിരിക്കുന്നത്. വി.എം. സുധീരൻ മാധ്യമങ്ങളെ കണ്ടു. ബജറ്റ് നിർദ്ദേശം, ബക്കാടി കമ്പനിക്ക് നികുതി ഇളവ് നൽകിയ ബജറ്റ് നിർദ്ദേശം പൂർണ്ണമായും പിൻവലിക്കണം. ഇതാണ് വി.എം. സുധീരൻ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. UDF-ന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട, അതിൻ്റെ ഒരു ആവശ്യവുമില്ല, പിൻവലിച്ചേ തീരൂ. കാരണം കോൺഗ്രസിലോ UDF-ലോ ചർച്ച ചെയ്യാതെയാണ് മദ്യക്കമ്പനിക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം അക്കാര്യം പിൻവലിക്കുക, ആ നിർദ്ദേശം പിൻവലിക്കുക, അതിനുശേഷം ചർച്ചയാകാം. ഇതാണ് വി.എം. സുധീരൻ്റെ നിലപാട്. കേൾക്കാം വി.എം. സുധീരൻ്റെ വാക്കുകൾ. ഇന്നലെ നിയമസഭയിൽ നടന്ന ബജറ്റ് ചർച്ചയിൽ അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മദ്യവ്യാപനത്തോടുള്ള എതിർപ്പ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഇനി UDF വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. കാരണം അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദ്യത്തിൻ്റെ വ്യാപനവും ഉപയോഗവും കുറച്ചുകൊണ്ടുവരിക, ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ ശക്തമായി പോരാട്ടം നടത്തുക, മദ്യപാനം മൂലം സമൂഹത്തിലുണ്ടാകുന്ന ദുരന്തത്തിന് അറുതി വരുത്തുക. കേരളത്തിൽ ഇടക്കാലത്ത് വളരെയേറെ മോശമായ അന്തരീക്ഷം ലഹരിയുടെ വ്യാപനം മൂലം, മദ്യത്തിൻ്റെ വ്യാപനം മൂലം ഉണ്ടായിട്ടുള്ള അന്തരീക്ഷം വളരെ മോശമായിരുന്നു, നമുക്കറിയാം. അപ്പം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ കഴിഞ്ഞ 1-ാം തീയതി 1/6/2026 മദ്യനയം സംബന്ധിച്ച് ബന്ധപ്പെട്ട മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം, നല്ലൊരു ചർച്ച നടത്തി ആ വികാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മദ്യവ്യാപനം അതിനെതിരെയുള്ള പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം എന്നെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു, അത് സംബന്ധിച്ച് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ബജറ്റ് തിരക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം പിന്നെ അത് നീണ്ടുപോയത്. പക്ഷെ അത് നീണ്ടുപോയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത്രയേറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള, രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായൊരു തീരുമാനം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നന്നാകുമായിരുന്നു. മറിച്ച് ഇനിയും അത് സംബന്ധിച്ച് മറ്റു ചർച്ച വേണം, ചർച്ച തീർച്ചയായിട്ടും വേണം. UDF-ൽ ചർച്ച വേണം, കോൺഗ്രസ് പാർട്ടിയിൽ ചർച്ച വേണം, ചർച്ച അനിവാര്യമാണ്.
ആ പ്രോസസ്സെല്ലാം നേരത്തെ നടത്തുകയോ അല്ലെങ്കിൽ സന്ദർഭാനുസരണം അവസരം കിട്ടുമ്പോൾ നടത്തുകയോ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയായിരുന്നു ഏറ്റവും നല്ലത്. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം സംബന്ധിച്ച് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ അതേപടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ബജറ്റിൻ്റെ ഭാഗമായി അടുത്തതിനെ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ല്, ആ ഫിനാൻസ് ബില്ല് അവതരിക്കുന്ന വേളയിൽ തന്നെ ഈ പ്രപ്പോസൽ ഒഴിവാക്കിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം.